2023-24 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങായ മികവുത്സവം ജൂലൈ 5-ന് നടന്നു. കാരക്കുണ്ട് ഇടവക വികാരി ഫാദർ റോണി പീറ്റർ മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. തദവസരത്തിൽ ഉയർന്ന മാർക്ക് നേടിയ റിയ ജോസഫിനും ഷൈൻ സിയ്ക്കും യഥാക്രമം കൈതമറ്റം എൻഡോമെൻ്റ് അവാർഡ്, വിൽസൺ സ്മാരക എൻഡോമെൻ്റ് അവാർഡ് എന്നിവ വിതരണം ചെയ്യപ്പെട്ടു. ശേഷം നടന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ PTA പ്രസിഡന്റായി ഷൈജുവിനെയും വൈസ് പ്രസിഡന്റായി ഷൈനയെയും തെരഞ്ഞെടുത്തു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ആവേശം എന്തായാലും വോട്ടെടുപ്പ് ദിവസം പ്രകടമാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾ വോട്ടർമാർ നീണ്ടനിര 1-2 ബൂത്തുകളിലുള്ള ഈ ബൂത്തുകളിലും ഏറെയും കുറഞ്ഞും ചെറുതല അമൽദേവ് PP സ്കൂൾ ലീഡറായും ദേവനന്ദ KV ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 12-ന് കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെൻ്ററിൽ കുട്ടികളുടെ ഇൻ്റർനാഷണൽ റിസർച്ച് കോൺഫറൻസിൽ നമ്മുടെ കുട്ടികൾ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. കുട്ടികളുടെ അവതരണം ഏറെ പ്രശംസ പിടിച്ചു. നമ്മുടെ സ്കൂളിലെ ആദിദേവിൻ്റെ രക്ഷകർത്താക്കളായ ബൈജുവിൻ്റെയും ജനീതയുടെയും സ്പോൺസർഷിപ്പിൽ സ്കൂളിന് കളി ഉപകരണങ്ങൾ നൽകപ്പെട്ടു. അവർക്ക് സ്കൂളിൻ്റെ നന്ദി. കുട്ടികളുടെ ഭാഷാ വികസനം പരിപോഷിപ്പിക്കുന്നതിനുള്ള വേഡ് ബാങ്ക് പ്രവർത്തന പരിപാടിക്ക് സ്കൂളിൽ തുടക്കമായി. ഓരോ ആഴ്ചയും മാറി മാറി കുട്ടികളെ പരിചയപ്പെടുത്തുന്ന വാക്കുകളും വാചകങ്ങളും കുട്ടികൾ മനസ്സിലാക്കുകയും അനുബന്ധമായി കൂടുതൽ വാചകങ്ങൾ കണ്ടെത്തി അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ചാന്ദ്രദിനം സ്കൂളിൽ സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. ലോകരാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ, ചാന്ദ്ര ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകതകൾ, ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പരിപാടികൾ എന്നിവ പരാമർശിക്കപ്പെടുന്ന ക്ലാസ് ജിൻസൺ മാസ്റ്റർ കൈകാര്യം ചെയ്തു. അന്നേ ദിവസം UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വീഡിയോ പ്രസൻറ്റേഷനും നടന്നു. ചാന്ദ്രദിന ക്വിസ് മത്സര വിജയികൾ: UP വിഭാഗം 1ാം സ്ഥാനം നവദേവ്, 2ാം സ്ഥാനം ക്രിസ്റ്റി. ഹൈസ്കൂൾ വിഭാഗം 1ാം സ്ഥാനം സ്വാതിക, 2ാം സ്ഥാനം ആദിൽ. ഹയർ സെക്കൻഡറി വിഭാഗം 1ാം സ്ഥാനം ഐറിൻ അമീക്ഷ, 2ാം സ്ഥാനം തനുശ്രീ അനുഗ്രഹ വൃന്ദ. ജൂലൈ 25 മുതൽ 27 വരെ മൈസൂർ അമൃത വിശ്വവിദ്യാപീഠത്ത് വെച്ച് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളായ റിദ ഫാത്തിമ, ആൻമരിയ ജോസഫ്, അമൽദേവ് PP, ഐബിൻ ഐസക്, ജോമോൻ KV, ആദിദേവ് C എന്നിവർ പങ്കെടുത്തു. പോസ്റ്റർ പ്രസൻറ്റേഷനും നമ്മുടെ കുട്ടികൾ നടത്തി. ആഗസ്റ്റ് 6-ന് ഹിരോഷിമ ദിനാചരണം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടിയ പ്രത്യേക അസംബ്ലിയിൽ ഹെഡ് മിസ്സസ് സിസ്റ്റർ ഹെലേന ആമുഖ പ്രഭാഷണം നടത്തി. ബീന ടീച്ചർ ദിനാചരണ സന്ദേശം നൽകി. ആൻമരിയ ജോസഫ് ലഘു പ്രഭാഷണം നടത്തി. സ്വാതിക കവിത ആലപിച്ചു. സായി കൃഷ്ണ, അമൽദേവ് A, ഐബിൻ, നവദേവ്, ആഷ്ന മരിയ, അന്ന മരിയ എന്നീ കുട്ടികൾ പോസ്റ്റർ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ സഡാക്കോ കൊക്കുകൾ കയ്യിലേന്തി യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച രാവിലെ 8:45 സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ശ്രീമതി കൃഷ്ണകുമാരി ടീച്ചർ പതാക ഉയർത്തി. കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷൈനി ടീച്ചറുടെ നേതൃത്വത്തിൽ മാസ് ഡ്രില്ല്, മാർച്ച് പാസ്റ്റ് ഇവ സംഘടിപ്പിക്കപ്പെട്ടു. അന്നേ ദിവസം LP വിഭാഗം കുട്ടികൾക്ക് പതാക നിർമ്മാണ മത്സരവും UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് ക്വിസ് മത്സരവും നടത്തപ്പെട്ടു.
കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി സുംബ ഡാൻസ് പ്രാക്ടീസ് സംഘടിപ്പിക്കപ്പെട്ടു. ബ്രദർ ജിബിൻ, ബ്രദർ ടോണി എന്നിവർ ഇതിന് നേതൃത്വം നൽകി. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങളും ദുരുപയോഗ സാധ്യതകളും എന്ന വിഷയത്തിൽ ഇവർ കുട്ടികളോട് സംവദിച്ചു. അധ്യാപക ദിനം സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഹെലേന ആമുഖ പ്രഭാഷണം നടത്തി. കുട്ടികൾ ടീച്ചേഴ്സിനെ പൂക്കൾ നൽകി ആദരിച്ചു. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ ഉത്രാട പൂമി വീണ്ടും ഒരു പൊന്നോണത്തിൻ ആരവം ഉണരുകയായി. പരീക്ഷയുടെ മേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു. നിറഞ്ഞ മനസ്സും നിറപുഞ്ചിരിയുമായി നമ്മുടെ കുഞ്ഞുമക്കളും ഓണത്തെ വരവേൽക്കുവാൻ സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. ഓണക്കളികൾ, ഓണത്തപ്പൻ, മാവേലി, തിരുവാതിര, ഓണപ്പാട്ടുകൾ, അവസാനമായി ഓണസദ്യയും. ഏവർക്കും ഡോൺ ബോസ്കോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓണാശംസകൾ.